ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് താഴത്തെ പെരയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ കുറേ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ രാവിലെ നീച്ചപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരാളെ കാണാനില്ല. നോക്കുമ്പോൾ പണിക്കാരെയൊക്കെ വിളിച്ച് ഓട് മാറ്റുന്ന പരിപാടി. വർഷക്കാലം വരാൻ വേണ്ടി പോകലിനി. അപ്പോഴേക്കും ഓട് വേണോ? ഓടാ വണ്ടിയേ ഏതേനും നിങ്ങൾക്ക് ഓട് തരികപ്പോന് അതാ ബാക്ക് കൂടെ തന്നാ മതിയോ? ബാക്ക് കൂടെ ഓട് കൊടുക്കാം. എത്ര ഓട് അവിടെ പൊട്ടിയിട്ടുള്ളത്? ഞാൻ ആ സീറ്റ് കൊണ്ടുവരാൻ വിചാരിച്ചത് വരില്ലെന്ന് വിചാരിച്ചു. ആ സീറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാ സീറ്റ് വന്നാ അത് വാങ്ങി അതിലെത്താനേ. എന്താ അതിൻ്റെ ഉള്ളിൽ തണുപ്പ് അല്ലേ? തണുപ്പ് മൊബൈലിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സുഖമായിരുന്നു. ഈ ഓട് മാറ്റണ്ടേ? എത്ര ഓടാ കൂടെ നിൽക്കണ അപ്പോ? 8 എണ്ണോ മാറ്റിയ ഓടി ഓടത് ഈ ഓടാ അലേനെ നോക്കിട്ടോ. ആ പൂച്ചനെ മാത്രം ചിലപ്പോ നിങ്ങക്ക് എറിഞ്ഞെന്നാ പിടിക്കാൻ വയ്ക്കോ? എവിടെ ഓടവിടെ? പെരപ്പുറത്ത് ഓടോ? ഇതല്ലേ ഇരിക്കണല്ലേ? എല്ലാം തരുന്നാലോ? ഇതിന്റെ അടിയിലൊന്നും പൊട്ടിയിട്ടില്ലല്ലോ? മാറ്റിയോ? എന്തൊക്കെ പൊട്ടിക്കൂടൂ. മൂച്ചിയുടെ കൊമ്പൊന്ന് വെട്ടണം. അതിനിപ്പോ മടാളും കാണാല്ല. കറണ്ട് കമ്പി നോക്കിട്ടോ? കറണ്ട് കമ്പി ഇവിടെ ഇനി പായൊന്നും വെക്കണ്ടത്. അങ്ങനെ ഗായ്സ് നമ്മളെ താഴത്തെ പെരയിൽ ഓട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു താഴത്തെ പെരയിൽ ഓട് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓട് മാറ്റി. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. തൊടിയിൽ നിന്നൊക്കെ പെറുക്കിയിട്ട് കഴുകാതെ തിന്നുമ്പോൾ ഒരു ഫീലുണ്ട്. നൗഫലത് കൈ കൂടെ എന്നൊക്കെ ചോദിക്കും. അത് വേറെ തന്നെ. ചക്കയൊക്കെ കുറച്ചുണ്ടായിക്കണ്. ഇതൊക്കെ ഇനി വലുതാവണം. ഈ ചക്ക ഇത് പഴഞ്ചക്ക കേട്ടോ. ഇത് പഴഞ്ചക്ക ഉണ്ട് ഇവിടെ. അല്ലാത്ത ചക്ക ഉണ്ട്. ഇതുമ്പോൾ 2 തേങ്ങ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പെരയിൽ ഉണ്ടാവണ വരെ തേങ്ങ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ മണ്ടരി തേങ്ങ കഴിക്കണ കഴിച്ചു. ഇപ്പോൾ പോകുന്ന അപ്പോൾ ഞാൻ 9 മണിക്ക് അതിനൊക്കെ അടിച്ചു തുടച്ച് മോളൊക്കെ അടിച്ചു തുടച്ചിട്ട് പോകാം. പണിയില്ലാണ്ട് പോവുകയാണ്. അതോട്ട് ഇറങ്ങി പെരയുടെ മേലെ കൂടെ വഴുക്കുണ്ടോ? അല്ല മഴ പെയ്തിന്നല്ലോ. എവിടെ വെള്ളം തള്ളുന്നു? എവിടെ ചപ്പ്? ചപ്പുണ്ടോ? അതിന്റെ മുകളിൽ കൂടെ നിറച്ച് ചപ്പുണ്ട്. എത്ര പഴുത്ത മാങ്ങ കിടക്കണേ. മാങ്ങ കണ്ടമാനം വീണിക്കണല്ലോ അല്ലേ? എത്ര ഓടാ ഉള്ളത്? ഈ ഒറ്റോടെ വെക്കാള്ളൂ? വേറെ ഓട്ടൊന്നും കാണാനില്ലല്ലോ. പൊട്ടിയൊന്നും കാണാനില്ലല്ലോ. മയില് ഇരുന്ന് പൊട്ടിയൊന്നുമില്ലല്ലോ. അത് ഇപ്പൊ സീറ്റിംഗ് ആയിട്ടുണ്ടാവില്ല. ഒന്ന് മഴ പെയ്യണം. അട്ടപ്പാസാറ് വരണല്ലേ? ഈ നല്ല വെയിലും കൊണ്ട് കഴിഞ്ഞാൽ ഈ ഓട് എന്താവും അറിയോ? അങ്ങനെ ചുരുങ്ങി പോകും. നല്ല തീ ചൂടലിടുന്ന മാതിരിയുള്ള വെയിലല്ലേ. അപ്പം അതുകൊണ്ട് ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഓടൊക്കെ ഒന്ന് വീർത്ത് കഴിഞ്ഞാൽ റെഡിയാവും. അതിനെ നിൽക്കോ? കിട്ടിയോ? ഒരു ഓടും കൂടി എടുത്താളി. അല്ല ആ ഓടല്ല. അത് നോക്ക്. നമ്മളെ ചോട്ടൂന് തിന്നാൻ കൊടുത്തില്ലേ? ഇതിനാവശ്യക്കാരൊക്കെ കുറേ വരാമെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങളിത് കൊടുക്കുന്നില്ല വിചാരിച്ചു. ഇവിടെ നിന്നോട്ടെ. പെരയിൽ ഏതായാലും ആളില്ല. ആവശ്യക്കാർ വരും എന്ന് പറഞ്ഞിട്ട് ആരും വരുന്ന കാണാത്തപ്പോൾ തോന്നുന്നു ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവേണ്ട ആളാന്നൊക്കെ തോന്നുന്നു. ഉമ്മാക്കൊരു തോന്നിയായി ഇവിടെ വരുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു ജീവജാലങ്ങളിൽ ഉണ്ടാവുമല്ലോ. മറ്റേത് ഇങ്ങനെ അനാഥ വീടല്ലേ. ഇതിപ്പോൾ എന്തായാലും ഈ വീട്ടിൽ കുടുംബനാഥ എന്താ അപ്പോൾ നമ്മളെ ഉച്ചനെ അങ്ങനെ നല്ല മാങ്ങ വെച്ചാൽ ഇങ്ങോട്ട് താഴത്ത് കിട്ടോളി. പിന്നുണ്ടോ? നല്ല നല്ല മാങ്ങകളാ. ഇതൊന്നും ഇപ്പം പൂതി ഉണ്ടാവില്ല. കിട്ടാത്ത സമയത്താവും. ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കണോ?
ഉണ്ണിക്കുട്ടേട്ടന് എന്നും ഒഴിവുണ്ടാവുക കിണർ വൃത്തിയാക്കാൻ? കിണർ വൃത്തിയാക്കോ? കിണർ വൃത്തിയാക്കാൻ കഴിയോ? നിങ്ങളൊരാളെയും കൂടി കൂട്ടിക്കാളി. ഞാൻ ഒരു ഇന്ത്യക്കാരനെ തന്നാലും എന്നാല് കോണിയും വേണല്ലേ? കോണി ഇവിടെ അന്ന് വലിയൊരു കോണി കിട്ടിയത് ഇവിടെ. അവിടെ കോണി കിട്ടോ? വലിയൊരു കോണി ഉണ്ടെങ്കിൽ സുഖാ. ആലുക്കാരുടെ കോണി വലുതാ കുഞ്ഞേതാ? മറ്റേ മുളന്റെ കുറ്റിയൊന്നും കിട്ടൂല? ആ ചോദിച്ചോക്കാം. ഒരു കോണി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഏണിയാ? കയറിട്ട് ഇറങ്ങാൻ കഴിയില്ലല്ലോ. വാപ്പ ഒരു ദിവസം കയറിട്ട് ഇറങ്ങിട്ടേ അങ്ങോട്ട് എങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് കയറാൻ പറ്റാച്ച ഞാൻ ചക്കരി ആകെ തൊള്ളിട്ടല്ലേ. പകുതിക്കെത്തി അങ്ങോട്ട് തന്നെ ചാടുക, പകുതിക്കെത്തി അങ്ങോട്ട് തന്നെ ചാടുക. ഇവര് തല്ലുകൂടി അനങ്ങിയ ചാടിയെന്ന് കാണുള്ളത്. പാവനെ വാപ്പ നല്ല ഇതിലെന്നെ ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. കേറൂല. അവസാനം പപ്പ കാക്കഞ്ചോറിന് ഫോണിയൊക്കെ കൊടുത്തിട്ട് ഞാൻ കഴിച്ചത്, അല്ലാതെ കേറിയില്ലേ. അപ്പൊ കപ്പിയും കയറിട്ട് നിങ്ങളെ കയറ്റിക്കൊണ്ട് ഞാനേ ഇങ്ങനെ ഗായ്സ് അലേഹ എവിടെ ഉള്ളത്? ഞാൻ എങ്ങടേലും പോകണ്ടോ നോക്കി നടക്കപ്പോ പണി. ഞാനും എന്റെ പിന്നാലെ മണ്ടി നീച്ചിട്ട് തിന്നാതെ മണ്ടിയ സാധനം. വണ്ടിയുടെ സൗണ്ട് കേട്ടാ മതി. ഇപ്പൊ അങ്ങ് ഒരുപാട് വലുതായല്ലോ. നമ്മളിവിടുന്ന് പോകുമ്പോ ഒക്കെ കുറ്റിയായിരുന്നു. ഇപ്പൊ കവുങ്ങൊക്കെ നോക്കിയൊക്കെ അടക്ക വരാനായി. അടക്ക വന്നിക്കണേ. ഇവിടുത്തെ കൃഷിയൊക്കെ പോയി. കൃഷി വറ്റലില്ല, അങ്ങനെ വറ്റലില്ല. ഒരു വല വാങ്ങിയിരുന്നു ആദ്യം. എവിടെ വല ഉള്ളത്? അത് ഇനി കിണർ വൃത്തിയാക്കിയിട്ട് വല ഇട്ടാ മതി. എനിക്ക് തോന്നി ആൾമറ പോവാൻ ചാൻസ് ഉണ്ട്. ഈ ആൾമറ വീഴാൻ ചാൻസ് ഉണ്ട് പറയാം. അടി ഇങ്ങനെ പങ്കായാലേ എന്താ പാട്. ഔത്തൊക്കെ വൃത്തിയിൽ കിടക്കണേ. എൻ്റെ ഔത്തൊക്കെ നല്ല വൃത്തിയായി തന്നെ കിടക്കുന്നത്. നിലൊക്കെ ഒരു ഇതായിക്കണതൊക്കെ ഒന്ന് നല്ല എണ്ണിട്ട് തുടച്ച് കഴിഞ്ഞാലേ കളറ് വരും കേട്ടോ. എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? അലമാരൊക്കെ ഏതോ കാലത്തെ അലമാരയാണ്. ഒന്ന് കഴിഞ്ഞ നോമ്പിന് നനച്ചുള്ളി പണി എടുത്തതാ. ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസാലയിലും ഇങ്ങനെ ഇരുന്ന് പാടത്തൊക്കെ നോക്കി പാടത്തെ പണിക്കാർ പോകുന്നതും വർത്താനം പറഞ്ഞിട്ടും മയിലിൻ്റെ ഡാൻസൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ്സാവണത് ആ വീട്ടിലിരുന്നിട്ട്. കാരണം ഇവിടെ നിന്ന മയിലിൻ്റെ ഡാൻസും നല്ല കിളികളുടെ സൗണ്ടും തവളൻ്റെ മഴക്കാലത്തെ തവളൻ്റെ സൗണ്ടും മണ്ണിങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കണ ആ ഒരു സംഭവം ഉണ്ടാവില്ലേ? നല്ല കാറ്റും കാഴ്ചത്തും കവുങ്ങിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പാറുന്നതും മൊത്തത്തിൽ വൈബായിരുന്നു. പെര വലുതോ ചെറുതോ എന്നുള്ളതല്ലേ, നമ്മൾ ഇരിക്കണ ചുറ്റുപാട് അടിപൊളിയായി കഴിഞ്ഞാൽ അടിപൊളിയാ. ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടി കത്തിക്കണ്ടേ? ഇതൊക്കെ അതിൻ്റെ മുകളിലത്തെ അല്ലേ? പുറത്തുനിന്ന് അഞ്ഞ് വരാനുള്ളത്? നിങ്ങളിതൊക്കെ വൃത്തിയാക്കിയിട്ട് അഞ്ഞ് വരുന്നുള്ളൂ? അഞ്ഞ് നാളെ വൃത്തിയാക്കട്ടോ, നേരല്ല. എവിടെയൊക്കെ പോകാനും മഞ്ചേരി പോയിട്ട് മഹാത്ഭുതം വീഡിയോ എടുക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണ വന്നിട്ട് വേറൊരു സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കാണ്ട്. ഇന്ന് നമുക്ക് പെരേന്നാക്കാം ഊണ്. പെരാന്ന് പറഞ്ഞിട്ടൊരു പെരിന്തൽമണ്ണ മീനും ചോറും കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് കഴിക്കാട്ടോ. അവിടെയൊക്കെ ക്ലീനാക്കി ഇത്രയും. ഇനി നിങ്ങൾക്ക് കണ്ടമാനം കൂട്ടി കത്തിക്കാണ്ടാവും കേട്ടമ്മ. ഇത് തെങ്ങിന് തട്ടടാനായിക്കണോ? പിന്നെ മഴക്കാലം കേട്ടല്ലേ? മഴ പെയ്യുമ്പോഴാ മൊത്തം വൃത്തിയാക്കൽ കഴിഞ്ഞ്. ഇനി അടുത്ത കൊല്ലം ഫുള്ള് ചപ്പാട്ടോ. ഈ കിടക്കണൊക്കെ ചപ്പ് കൂട്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ചോട്ടിലിടുക, അല്ലെങ്കിൽ കത്തിക്കുക. നനഞ്ഞാൽ കത്തൂല, നോക്കി ഇറങ്ങിക്കോളി. ചക്കൻ്റെ മാണിക്കൊന്നും വലിയ കനല്ല. നിങ്ങളിങ്ങനെ ഇറങ്ങണ്ടപ്പോൾ പണ്ട് വാപ്പ തെങ്ങ് കയറുന്ന ഫീലാ. അതേ കുപ്പായവും
ആ കുറ്റീൻ്റെ ഇട്ട് അടിയിൽ നോക്കിക്കോളി. അല്ല തെങ്ങുമ്പോ അല്ല മരത്തുമ്പോ എല്ലാ മരത്തിന്റെ കൊമ്പുമ്പോ കൂടി ഉണ്ടാവുന്നില്ലേ? വറകുണ്ടാക്കുന്ന പണിയല്ലേ? ഇതിന്റെ മൂത്ത സന്താനം. ഓൾക്കൊന്നും അറിയില്ല. ഓളന്ന് ഇവിടെ ഓർമ്മ വെക്കണതിന് മുന്നേ അവൾ അങ്ങോട്ട് പോകുന്നില്ലേ? ചക്കര എത്ര ഉള്ളപ്പോ അങ്ങോട്ട് വന്നു. ഇതിലൊക്കെ ഒരു പൊടിയുണ്ട്. ഇവിടെ ചക്കരയുടെ വലിപ്പമായപ്പോ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും അല്ലേ? നോൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകും. പോവാ. ചക്കരയുടെ പോലെ തന്നെ ഉണ്ട് ഇനിയില്ലേ ഏകദേശം. കണ്ടമാനം ഉണ്ട് കളയാങ്ങൾക്ക്. നാളെയും മറ്റന്നൊക്കെ അടിച്ചൊരു തുറക്കാണ്ട് ഇവിടെ. കേറ്. താഴത്തെ പെരയത്തെ പണികളൊക്കെ ഒരുവിധം കഴിച്ച് ഫുള്ളായില്ല. നമുക്ക് ഇവിടെ 4 പുറമൊക്കെ വൃത്തിയാക്കാണ്ട്. മഴക്കാലം കൊണ്ട് പുല്ലും ചെടിയൊക്കെ പെട്ടെന്ന് വളരുന്നുണ്ട്. ഇവിടെ പോയി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങാം. കുറേ പ്രമോഷൻ വർക്ക് 2-3 വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി ഉമ്മി അല്ലെങ്കിൽ കഥ അവിടെ ഇരിക്കുന്ന സീനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പോക്കും വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.